യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടിപ്പോ ഭാമയുടെ അവസ്ഥയാണ് പ്രധാനം. ഒട്ടും ടെൻഷൻ ഇല്ലാതെ സന്തോഷിക്കേണ്ട സമയം ഇത്. പക്ഷേ അവക്കതിന് കഴിയുന്നുണ്ടോ? ഈ ബന്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഭാമ അനുഭവിച്ചു തുടങ്ങിയതാ. ഇന്നും അത് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവളുടെ ജീവിതം അവൾക്ക് തിരിച്ചു കിട്ടണം ഭരത്തെ. അതിനവളെ സഹായിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാ. ചേച്ചി ചേച്ചി പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചി, ഞാനും ഭാമേച്ചിയുടെ കാര്യം തന്നെ ആലോചിക്കുന്നേ. ആ ആന്റി ഇത്രയും മനുഷ്യത്തില്ലാത്ത സ്ത്രീയായി പോയല്ലോ. രമേശേട്ടൻ പറഞ്ഞ ചേച്ചി ശരി. അമ്പാലി ആന്റിയും സഹോദരനും ചേർന്നിട്ടുള്ള കളിയാവണം ഇന്നവിടെ നടന്നത്. അല്ലാതെ ആ അനിരുദ്ധം മാത്രം ഇത്രയ്ക്ക് അപകടകരമായിട്ടുള്ള തീരുമാനം എടുക്കത്തില്ല. എനിക്കറിയാം ഭരത്തെ, ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എടാ, അവരുടെയൊക്കെ ലക്ഷ്യം മറ്റൊന്നാ. പക്ഷേ ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഉണ്ടായിരിക്കുമെന്ന് അവര് കരുതിയില്ല. ഞാൻ അബിയെ മാത്രമേ കുറ്റപ്പെടുത്തുള്ളൂ ചേച്ചി. സ്വന്തം അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടിട്ടും ഇപ്പോഴും അവർ കണ്ണടിച്ച് വിശ്വസിക്കുന്നില്ലേ? ഞാനായിരുന്നെങ്കിൽ കെട്ടിയ പെണ്ണിനെ കൊണ്ട് എന്നെ ആ വീടിന്റെ പടിയിറങ്ങിയനെ. ഇവിടെയാണ് നീ അവരെ മനസ്സിലാക്കേണ്ടത്. ഭാമയോടും അഭിയോടും അവർക്ക് രണ്ട് മുഖങ്ങളാണുള്ളത്. പക്ഷെ അഭിക്കത് മനസ്സിലാവുന്നില്ല. കാരണം അവന് സ്വന്തം അമ്മയെ അത്രമാത്രം വിശ്വാസമാണ്. ഇവിടിപ്പോ ഭാമയോടൊന്നും അല്ല അവർക്ക് ദേഷ്യം. എടാ, എന്നോട് തന്നെയാ. അവരെന്തൊക്കെ അടവ് നയങ്ങൾ എടുത്താലും ഞാനതെല്ലാം നിസ്സാരം പോലെ മറികടക്കുന്നുണ്ട്. പക്ഷെ അതവർക്ക് സഹിക്കുന്നില്ല. പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരു വല്യമ്മയും വല്യച്ഛനും ഉണ്ടല്ലോ. എന്റെ ബലമായ സംശയം ഇന്ന് നടന്ന സംഭവത്തിന് പിന്നിൽ വല്യമ്മയ്ക്കും വല്യച്ഛനും എന്തെങ്കിലും പങ്കുണ്ടോ എന്നോ. പറയാൻ പറ്റില്ല ചേച്ചി. വല്യച്ഛനും വല്യമ്മയും നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല. ഇവിടെ നമുക്ക് മുന്നിൽ അവർക്കെതിരെ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ അവർക്കൊപ്പം നിൽക്കുന്നു ഞാൻ കണ്ടു. നമ്മളൊക്കെ വെറും വിഡ്ഢികളാന്നാ വല്യച്ഛന്റെ വല്യമ്മയുടെ വിചാരം. എടാ, അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ. ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടെന്ന് വല്ലപ്പോഴൊന്ന് മനസ്സിലാക്കിയിരുന്ന അവർക്ക് കൊള്ളാം. എടാ ഭരത്തെ, നീ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ ആദ്യം നിന്റെ ജോലി, അത് കഴിഞ്ഞു മതി മറ്റെന്തും. നീ കേൾക്കുന്നുണ്ടോ? അതത്രേ ഉള്ളൂ ചേച്ചി. പക്ഷെ അരുന്ധതിയുടെ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് മനസ്സിനൊരു വിഷമം. ആ ആന്റി അവളെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കത്തില്ല. സ്വന്തം അമ്മയല്ലേ. അവർക്ക് മകളെ മനസ്സിലാക്കാനും വിശ്വസിക്കാനും പറ്റുന്നില്ലെങ്കിൽ മറ്റാർക്കും ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ആദ്യം വേണ്ടത് തിരിച്ചറിവാ. അത് ആ അമ്മയ്ക്കും മക്കളോടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അഭിക്കും അരുന്ധതിക്കും ഇത്രയും ഗതികേട് വരില്ലായിരുന്നു. നീ നോക്കിക്കോ, ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നോക്കിയ ആ അനിരുദ്ധനെ ഇനിയും ആ വീട്ടിൽ അമ്പാലിക കയറ്റും. പഴയതുപോലെ അധികാരവും കൊടുക്കും. ഇനി അയാൾ ഇങ്ങോട്ട് വരട്ടെ, ഭാമയെ ഭരിക്കാനും ചോദ്യം ചെയ്യാനും. അപ്പൊ അയാൾ അറിയും ഞാൻ ആരാണെന്ന്. ചേച്ചി പറഞ്ഞ പോലെ ഭാമേച്ചി ഇനി പ്രസവം കഴിഞ്ഞിട്ട് അയച്ചാ പോരെ? അതെടാ, അത് തന്നെ എന്റെയും തീരുമാനം. എന്തൊക്കെ വന്നാലും നമുക്കവളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. നീ എഴുന്നേറ്റ് വരാൻ നോക്ക. എല്ലാം ശരിയാവും. ഞാൻ വന്നേക്കാം ചേച്ചി. ഇവളിതവിടെ പോയി. നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നീ ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കാമേ. എന്തു പറ്റി? ഞാൻ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കായിരുന്നു അമ്മേ. ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടുന്നല്ലാതെ കുറയുന്നില്ലല്ലോ. ഇനിയിപ്പോ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടവരായിരിക്കും. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? ഭാമയൊന്നും കഴിച്ചിട്ടില്ല. നീ വന്ന് അവക്കും എന്തെങ്കിലും കൊടുത്ത് കഴിക്കാൻ നോക്ക്. അമ്മ ചെല്ല, ഞാൻ വന്നോളാം.
എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താന്ന്. ഒരു ഭാഗത്ത് ഭാമ, ഒരു ഭാഗത്ത് ഭരത്, വേറൊരു ഭാഗത്ത് സേതു. ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നിന്റെ തലയിലാണല്ലോ. അവരോരോരുത്തർക്കും അവരവരുടേതായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷെ നിനക്കത് പറ്റില്ലല്ലോ. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണ്ടേ? ഞാനല്ലാതെ അവർക്ക് ആരാ അമ്മേ പിന്നെ ഉള്ളത്? ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവ ഭാമയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവളെ കൊല്ലാൻ വേണ്ടി ആളെ വരെ ഇറക്കിയിരിക്കുന്നു. ഇതെന്താ അമ്മേ, അതോ ലോകോ? അവിടെ പോലും ഇത്രയും ക്രൂരമായി ചിന്തിക്കുന്നവരാരും ഉണ്ടാവില്ല. ഒന്ന് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിയാത്ത ഭാമയ്ക്ക് തന്നെ ഇങ്ങനൊരു വിധി വന്നല്ലോ. ഇതെല്ലാം അവൾ തന്നെ വരുത്തി വെച്ചല്ലേ, അല്ലാതെ നമ്മളാരും കണ്ടുപിടിച്ച ബന്ധമല്ലല്ലോ. ഇനി അങ്ങനെയൊന്നും പറയില്ല അമ്മ. നമ്മൾ കണ്ടുപിടിക്കുന്നവരും എങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും അംബാലികയെ പോലുള്ളവരാവില്ല. അത് മനുഷ്യ സ്ത്രീ തന്നെയാണെന്ന എന്റെ സംശയം. നാളെ അവരുടെ മോളും ഒരു കുടുംബത്തിൽ പോയി ജീവിക്കേണ്ടതാന്നുള്ള ചിന്ത അവർക്കില്ല. അങ്ങനെ ആയിപ്പോയല്ലോ അവര്. അവരുടെയൊക്കെ വിചാരം കുറെ കോടികൾ കൊടുത്താ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന അമ്മ. കഷ്ടം. ഇവരൊക്കെ ഏത് ലോകത്താണോ ജീവിക്കുന്നത്? എന്തുണ്ടെങ്കിലും പണം കൊണ്ട് മൂടാൻ അവർക്കറിയാം. അംബാലികയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റസും പത്രാസുമാണ് പ്രധാനം. മനുഷ്യർക്കൊന്നും അവിടെ സ്ഥാനമേ ഇല്ല. ഭരത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ മനസ്സിനൊരു വിഷമം. എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും ഒരു പിടിയുമില്ല. എന്ത് ചെയ്യാൻ? നീ വെറുതെ ആവശ്യമില്ലാത്ത മോഹമൊന്നും അവന് കൊടുക്കരുതെന്നേ ഞാൻ പറയൂ. ഒരെണ്ണം ആ കുടുംബത്തിൽ പോയി കയറിയതിൻ്റെയാ ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും വയ്യ. ഇല്ലമ്മേ, നമുക്കിവിടെ ഭരത്തിനെയോ അരുന്ധതിയോ കുറ്റം പറയാനാവില്ല. അവർക്കിന്ന് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി ഇതുപോലൊരു സ്ത്രീക്ക് അടിമപ്പെട്ട് ജീവിക്കണോ? അവനിപ്പോ ഉള്ള വിലയും കൂടെ പോകണമെന്നാണോ നീ പറയുന്നത്? അമ്മേ, നമ്മൾ കരുതുന്നതിലും അപ്പുറം ഭരത്തും അരുന്ധതിയും തമ്മിൽ അടുത്തുപോയി. അത് അമ്മയൊന്നും മനസ്സിലാക്ക്. അരുന്ധതി ബുദ്ധിയുള്ള പെൺകുട്ടി അമ്മ. അവള് ഭരത്തിനെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടാ ഇഷ്ടപ്പെട്ടത്. അവിടെ അവള് നോക്കിയത് സ്റ്റേറ്റസും പത്രാസും ഒന്നുമല്ല, വ്യക്തിത്വത്തെയാ. പക്ഷേ അംബാലിക എന്ന മഹാറാണിക്ക് അങ്ങനെയല്ലല്ലോ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മകന്റെ ഭാര്യയെ കൊല്ലാൻ വരെ കൂട്ടുനിന്നില്ലേ? അംബാലിക അനിരുദ്ധന്റെ ഈ ചതി അറിഞ്ഞു കാണില്ല മോളെ. ആര് പറഞ്ഞ് അറിഞ്ഞില്ലാന്ന്? അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത്. ഏട്ടനും പെങ്ങളും കൂടി എന്തോ രഹസ്യ ചർച്ച നടത്തുന്നെന്ന് രമേശേട്ടൻ കണ്ടെന്ന് പറഞ്ഞത് അമ്മയും കേട്ടതല്ലേ? ഫുൾ നാടകമായിരുന്നു അമ്മ. അതിന് തെളിവാ വല്യച്ഛനും വല്യമ്മയും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് അംബാലിക ആന്റിയോടും അഭിയോടും മോശമായി സംസാരിച്ച വല്യച്ഛനും വല്യമ്മയും എങ്ങനെ അവിടെ എത്തി? നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ടമ്മ. അമ്മ നോക്കിക്കോ. ദൈവം നേരോടെ ഉണ്ടെങ്കിൽ ആരൊക്കെ ഈ ചതിക്ക് പിന്നിലുണ്ടെങ്കിലും അനുഭവിക്കാതിരിക്കില്ല. അങ്ങനെ പറ. അല്ലാതെ തെളിവില്ലാതെ നമ്മൾ ആരെയും സംശയിക്കാൻ പോകണ്ട.